എന്തൊക്കെയുണ്ട്, സുഖാണോ? ഓക്കെ ഓക്കെ, നമ്മളിത് ചാപ്റ്റർ 10 മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, PDF കാണാലോ എല്ലാവർക്കും? ശരി. എന്താണ് ഹോസ്പിറ്റൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്? ഇതൊക്കെ മെറ്റീരിയൽസ് ഉൾപ്പെടുത്താം ഹോസ്പിറ്റലില്. ഏതെങ്കിലും ഒരെണ്ണം പറയാമോ? ചെയർസ്, എക്യുപ്മെന്റ്സുകൾ, ബെഡ്സ്, പ്രാക്ടീസ്, സപ്ലൈസസ്, ഓക്കെ, എക്യുപ്മെന്റ്സിൽ പെടുന്നതാണ്. ഓക്കെ, യെസ്. ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പല പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട് അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എന്ത് ആവശ്യമാണ്? മെറ്റീരിയൽസ് ആവശ്യമാണ് അല്ലെ, സാധനങ്ങൾ ആവശ്യമാണ്. ഓക്കെ, അപ്പോ ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു കൺട്രോളിങ്, അല്ലെങ്കിൽ ഇതെങ്ങനെ മാനേജ് ചെയ്യണം? ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം മെറ്റീരിയൽസ് മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. യെസ്, അപ്പോ ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ ഒരു കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് കൃത്യമായിട്ട് എന്ത് വേണം? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കണം അല്ലെ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കുന്നത്. മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ എയിം എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, എന്താണ് അതിന്റെ ഫങ്ഷൻസ്, ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, എങ്ങനെയാണ് ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി നമ്മൾ നിർണ്ണയിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, as far as any enterprises is concerned, materials are major cost factor. Okay, as far as any enterprises is concerned, materials are a major cost factor. ഒരു ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് ഏതൊരു ഓർഗനൈസേഷൻ, ഒരു എന്റർപ്രൈസസ് എടുത്താലും നമ്മള് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്തൊരു ഘടകമാണ് അല്ലെ. അല്ലെങ്കിൽ ഒരു സംരംഭത്തെ എടുത്തു നോക്കിയാലും ഹോസ്പിറ്റൽ മാത്രമല്ല, എന്താണെങ്കിലും എന്താണ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ അത്യാവശ്യമാണ്. യെസ്, അത് തന്നെയാണ് ഏറ്റവും കോസ്റ്റ് ഫാക്ടറും വരുന്നത് അല്ലെ. ഏറ്റവും ചിലവേറിയ ഘടകങ്ങളും എന്ത് തന്നെയാണ്? ഓരോ മെറ്റീരിയൽസിന്റെ ഒക്കെ വില എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് മുകളിലാണ്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം about 40% of the budgetary allocation is procurement and management of stores in healthcare institution. അപ്പോൾ ഏതൊരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തു നോക്കിയാലും ഏകദേശം ഒരു 40% ബഡ്ജറ്റ് എന്തിനു വേണ്ടിയായിരിക്കും അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും മാറ്റി വെച്ചിരിക്കുന്നത് 40% ബഡ്ജറ്റ്? മെറ്റീരിയൽസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പ്രത്യേകിച്ച് 40% ഓർഗനൈസേഷൻ എടുത്താൽ, ഹെൽത്ത് കെയർ സെറ്റിംഗ്സ് എടുക്കുകയാണെങ്കിൽ മെറ്റീരിയൽസിന് വേണ്ടി മാത്രമായിട്ടാണ് ബഡ്ജറ്റിന്റെ ഒരു 40% നമ്മൾ നീക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, മെറ്റീരിയൽസ് ക്യാൻ ബി ടേംഡ് ആസ്, മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തൊക്കെ സാധനങ്ങളാണ്? മെറ്റീരിയൽ ക്യാൻ ബി ടേംഡ് ആസ് equipments, apparatus and supplies acquired, stocked and utilized by an organization. മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് ഉൾപ്പെടുന്നത്? എങ്ങനെ നമുക്ക് അതിനെ നിർവചിക്കാൻ കഴിയും? എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? മെറ്റീരിയൽസ് എന്ന് പറയുന്നത് എക്യുപ്മെന്റ്സ് ഉൾപ്പെടാം, അപ്പാരറ്റസ്, സപ്ലൈസസ് മുതലായ സാധനങ്ങളെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ ശേഖരിച്ച് വെച്ചതിന് ശേഷം ആവശ്യാനുസരണം അതായത് ഓരോ ഓർഗനൈസേഷനിൽ
ഹോസ്പിറ്റൽ ആവശ്യാനുസരണം നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയണം അല്ലെ. ഓക്കെ യെസ്. അപ്പൊ മെറ്റീരിയൽസിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എക്യുപ്മെന്റ്, അപ്പാരറ്റസ് ആൻഡ് സപ്ലൈസസ്. ഇനി material managements may also be interchangeably defined as store management. ഇനി നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? സ്റ്റോർസ് മാനേജ്മെന്റ് എന്ന്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് may be also be interchangeably defined as store management, stores management. Okay, അണ്ടർലൈൻ ചെയ്തിട്ടേ രണ്ടും ഒന്ന് തന്നെയാണ് അല്ലെ. സ്റ്റോർസ് മാനേജ്മെന്റും മെറ്റീരിയൽസ് മാനേജ്മെന്റും രണ്ടും ഒന്ന് തന്നെ. ഓക്കെ, ഹൗസ്ലി ഹാസ് ഡിഫൈൻ, ഇവിടെ ഹൗസ്ലിയുടെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്താ പറയുന്നത്? മെറ്റീരിയൽ മാനേജ്മെന്റ് എന്താണെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആസ് സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പോസിഷൻ. അപ്പൊ മെറ്റീരിയൽ മാനേജ്മെന്റ് എന്താണെന്നാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ്, സർവീസസ് ആൻഡ് എക്യുപ്മെന്റ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പോസിഷൻ. എന്താ പറയുന്നത്? എന്താണ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്? എല്ലാത്തരം ഗുഡ്സ് ആൻഡ് സർവീസസിന്റെയും സൂപ്പർവിഷനും കൺട്രോൾ അല്ലെ, ഏതുതരം എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ സർവീസസ് ആയിക്കോട്ടെ, അതിന്റെ എന്തൊക്കെയാണ് അത് കൃത്യമായ രീതിയിൽ കൈവശം വെക്കുകയും ആവശ്യാനുസരണം നമ്മൾ എന്ത് കൊടുക്കണം? അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈവശം വെക്കുക അല്ലെ. ടു ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പോസിഷൻ ഉദ്ദേശിക്കുന്നത് ക്രമീകരണമാണ് അല്ലെ. അതായത് ഒരു എക്യുപ്മെന്റ് ഏറ്റെടുക്കുന്നത് മുതൽ അത് സ്റ്റോർ ചെയ്യുന്നത് വരെ, മറ്റുള്ളവർക്ക് അത് ക്രമീകരിച്ചു കൊടുക്കുന്നത് വരെയുള്ള ഒരു പ്രവർത്തനമാണിത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നാണ് ഹൗസ്ലി ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു മെറ്റീരിയൽസ് ഏറ്റെടുത്തത് മുതൽ ക്രമീകരിച്ച് സൂപ്പർവൈസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു പ്രവർത്തനത്തിനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നാണ് ഹൗസ്ലി ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. Yes. Managing of materials to give the right quality of material at the right time, at the right place, at low cost is materials management. Materials are vital resources. In a hospital, it is a supporting department in the functioning of the hospital. ഇവിടെ മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. എന്താണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? ഇതിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ആവശ്യാനുസരണം അത് കൃത്യസമയത്ത് കൃത്യ ക്വാളിറ്റിയില് കൃത്യ പ്ലേസസിൽ നമുക്ക് അവൈലബിൾ ആകുമ്പോൾ മാത്രമാണ് അതിനെന്ത് നമുക്ക് പറയാൻ പറ്റും? കൃത്യമായ രീതിയിൽ അവിടെ മെറ്റീരിയൽ മാനേജ്മെന്റ് നടക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. അതായത് മെറ്റീരിയൽസ് നൽകുന്നത് കൃത്യമായിട്ട് എങ്ങനെയായിരിക്കണം? റൈറ്റ് ക്വാളിറ്റിയില്, റൈറ്റ് ടൈമില്, റൈറ്റ് പ്ലേസില്, ലോ കോസ്റ്റില് അല്ലെ. നല്ല മെറ്റീരിയൽസ് തന്നെ എങ്ങനെയായിരിക്കും നമ്മൾ വിതരണം ചെയ്യേണ്ടത്? കൃത്യമായ ക്വാളിറ്റിയില്, കൃത്യമായ ടൈമില്, കൃത്യമായ പ്ലേസില്, കൃത്യമായ ലോ കോസ്റ്റിലായിരിക്കണം നമുക്ക് മെറ്റീരിയൽസ് ലഭിക്കേണ്ടത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു വൈറ്റൽ റിസോഴ്സസ് ആണ് എന്ത്? മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അല്ലെ. ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്താവശ്യമാണ്? എന്താവശ്യമാണ്? മെറ്റീരിയൽസ് ആവശ്യമാണ് അല്ലെ. A to Z കാര്യങ്ങൾ നടത്തണമെങ്കിലും അവിടെ എന്ത് വേണം? നമ്മുടെയൊക്കെ വീടുകളിലായിക്കോട്ടെ, നമ്മുടെ വീട്ടിലെ ഒരു ദിവസം അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യും അല്ലെ. എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ ഒരു കാലഘട്ടത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ മിക്ക വീടുകളിൽ വാഷിംഗ് മെഷീൻസ് ഉണ്ട് അല്ലെ. വാഷിംഗ് മെഷീൻസ് ഉണ്ട്, അതേപോലെ ഫ്രിഡ്ജ് ഉണ്ട്, മിക്സി ഉണ്ട്. ഇതൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പോ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് അപ്പൊ അതില്ലാത്ത സമയത്ത് എന്താണ് നമുക്ക് ബാക്കി മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഓക്കെ, ദെൻ അതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയപ്പോ എന്താണ്? അതില്ലാതെ നമുക്ക് പറ്റാതെ അല്ലെ. മെഷീൻസും ഫ്രിഡ്ജൊക്കെ ഇപ്പൊ നിർബന്ധമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മള് വേണ്ട. വാഷിംഗ് മെഷീൻ പോട്ടെ, ഫ്രിഡ്ജ് ഇല്ലാത്ത വീടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ. ഫ്രിഡ്ജ്, TV, മിക്സി, ചെറിയ ചെറിയ വിലയിലുള്ള സാധനങ്ങളെങ്കിലും ഇല്ലാത്ത വീടുകൾ ഇപ്പോ കാണുവാനില്ല അല്ലെ.
ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മെറ്റീരിയൽസ് ഏറ്റവും സെറ്റ് ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമാണ്. ഇസ് എ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇവിടം വരെ പറഞ്ഞ കാര്യങ്ങള് ഓക്കെ ആണോ? ഈ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. മെറ്റീരിയൽസ് ആർ വൈറ്റൽ റിസോഴ്സസ് ഇൻ എ ഹോസ്പിറ്റൽ എന്ന പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഇവിടെ എയിംസ് എന്നാണ് കേട്ടോ, എയിംസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഒബ്ജക്റ്റീവ്സ് എന്താണ് ഇതിന്റെ ലക്ഷ്യം? മെറ്റീരിയൽസ് ഇങ്ങനെ മാനേജ് ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നാണ് പറയുന്നത്. ടെക്സ്റ്റിൽ ഒരു മിസ്റ്റേക്ക് കാണുന്നുണ്ട്, അവിടെ എയിംസ് ഓഫ് നോക്കാം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൃത്യമായിരിക്കുള്ളൂ. The objective of material management in a hospital is to make sure that there is an ample stock of required items for continuous supply, to keep away from surplus, have appropriate storage, easy retrievability distribution, the point of usage whenever needed, effective and efficient utilization of resource available. എന്താണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ എയിം എന്നാണ് പറയുന്നത്? എന്താണ് പറയുന്നത്? There is an ample stock of required item for continuous supply. എന്ന് പറഞ്ഞാൽ എന്താണ്? മതിയായ രീതിയിൽ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. പല ഡിപ്പാർട്ട്മെന്റ്സിലേക്കും നിരവധി ഉപകരണങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. CSST, റേഡിയോളജി, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും എന്ത് വേണം? മതിയായ രീതിയിലുള്ള ഒരു സ്റ്റോക്ക് ഉണ്ടായിരിക്കണം അല്ലെ. കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ കൊടുക്കാനുള്ള സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ അത് കൃത്യമായ രീതിയിൽ അല്ലെ, ടു കീപ് അവേ ഫ്രം സർപ്ലസ്. ഇങ്ങനെയായിരിക്കണം, നമുക്കൊരു ബാലൻസ് വരാതെ അല്ലെങ്കിൽ മിച്ചം വരാത്ത രീതിയിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുക. ദെൻ ഹാവ് എ അപ്രോപ്രിയേറ്റ് സ്റ്റോറേജ് അല്ലെ, കൃത്യമായ രീതിയിലുള്ള സ്റ്റോറേജ് ഉണ്ടായിരിക്കണം. അതായത് വെറുതെ ബാലൻസ് വന്ന സാധനങ്ങൾ കേടുപാട് വിട്ടുപോകാതെ ആവശ്യാനുസരണം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ സാധിക്കണം. ആൻഡ് ഈസി ഇറൈറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കഴിയാവുന്നിടത്തോളം നല്ല രീതിയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടും അല്ലെ. ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഓഫ് യൂസേജ് വെനെവർ നീഡഡ്, ആവശ്യാനുസരണം നമുക്ക് ആ സാധനങ്ങള് ഉപയോഗിക്കാനും സാധിക്കണം. ദെൻ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ലോക്കലൈസേഷൻ ഓഫ് റിസോഴ്സസ് അവൈലബിൾ. മാത്രമല്ല എന്താണ്? ഫലപ്രദമായും കാര്യക്ഷമമായിട്ടും നമുക്ക് റിസോഴ്സസുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയും വേണം. അതാണ് എന്ത് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, വേറൊന്നുമല്ല. ആവശ്യാനുസരണം ആംപിൾ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരാളം സ്റ്റോക്കുകൾ, എല്ലാ മെറ്റീരിയൽസും എന്തുണ്ടായിരിക്കണം? ആവശ്യാനുസരണം ലഭ്യമായിരിക്കണം. അത് മിച്ചം വരാത്ത രീതിയിൽ നമ്മൾ അതിനെ സൂക്ഷിച്ചു വെക്കണം, സ്റ്റോർ ചെയ്ത് വെക്കുക. ആവശ്യാനുസരണം ആർക്കൊക്കെയാണോ ആവശ്യം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിനാണ് ആവശ്യം അവർക്ക് മാത്രമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ എല്ലാ റിസോഴ്സസും എങ്ങനെയുള്ളതായിരിക്കണം? എഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സസ് ആയിരിക്കണം മെറ്റീരിയൽസ് ആയിട്ട് ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അത് തന്നെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആയിട്ട് കണക്ട് ചെയ്യാം. നോക്കൂ, റൈറ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് റൈറ്റ് ടൈമില് റൈറ്റ് പ്ലേസിൽ ലോ കോസ്റ്റ് മെറ്റീരിയൽസ് നമുക്ക് ലഭ്യമാവുന്ന രീതിയിൽ ലഭിക്കണമെങ്കിൽ അത് കൃത്യമായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. മിച്ചം വരാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ആവശ്യാനുസരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ അവൈലബിൾ ആക്കാനും സാധിക്കണം. ഓക്കെ, അതാണ് അതിന്റെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ആംപിൾ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ആംപിൾ മീൻസ് ധാരാളം കേട്ടോ, അല്ലെങ്കിൽ മതിയായ രീതിയിൽ, അതായത് ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ എന്നാണ് ധാരാളം എന്നാണ് മീനിങ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് മേജർ ഒബ്ജക്റ്റീവ്സ്. മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ മേജർ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്. മേജർ ഒബ്ജക്റ്റീവ്സിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്താണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്?
എന്താണ് പ്രോഫിറ്റ് പരമാവധി ഒക്കെ അല്ലെ മാക്സിമൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രോഫിറ്റ് തയ്യാറാക്കേണ്ടത് അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്താണ്? മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്. മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് പറയൂ. ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? നമ്മൾ പ്രോഫിറ്റ് ഉയർത്താനാണ് പറയുന്നത് അല്ലെ. മാക്സിമം പ്രോഫിറ്റ് ഉയർത്തുക. മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് കുറച്ചു കൊടുക്കുക അല്ലെ. കോസ്റ്റ് കുറച്ചു കൊടുക്കുക. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്. അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പ്രൊഡക്ട്സുകൾ നമ്മൾ തയ്യാറാക്കേണ്ടത്. അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്, അതായത് ഹോസ്പിറ്റലിന്റേതായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ, അതിന് ഭംഗം വരുത്താത്ത രീതിയിൽ, അതിന് തടസ്സങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിലായിരിക്കണം മെറ്റീരിയൽസിന്റെ സേവനങ്ങൾ ലഭ്യമാക്കേണ്ടത്. ഓക്കെ, അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവുകൾ നേടിയെടുക്കാനും കൂടി നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പൊ മേജർ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് മാക്സിമം ഉയർത്തുക. അതേപോലെ തന്നെ എന്താണ്? മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ് അല്ലെ, കോസ്റ്റ് കുറച്ചു കൊടുക്കുക. അതായത് ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കുക, കോസ്റ്റ് കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ. കോസ്റ്റ് കുറച്ചുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. Then attainment of hospital objectives. Hospital objectives നേടിയെടുക്കുന്ന രീതിയിലായിരിക്കണം ശ്രമിക്കേണ്ടത്. അപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ മെയിൻ ഒബ്ജക്ട്സ്, മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ്. ഇതിൽ നിന്നും ഇമ്പോർട്ടന്റ് ആണെന്ന് പഠിക്കണം കേട്ടോ. ഇതൊക്കെയാണ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്, മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്, അറ്റൈൻമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ഒബ്ജക്റ്റീവ്സ്. എഴുതിട്ടേക്ക് കേട്ടോ. മനസ്സിലായോ? നിങ്ങൾക്ക് ഇവിടെ വരെ ഒബ്ജക്റ്റീവ്സ് വരെ മനസ്സിലായോ? ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. കുറച്ച് അങ്ങോട്ട് പോകുമ്പോ തുടക്കം കുഴപ്പമില്ല, എന്നാലും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഓക്കെ, അടുത്ത പറയട്ടെ. ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് മെറ്റീരിയൽ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത്? മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്, purchasing, receiving and inspection, stocking and distribution, inventory control, cost reduction, value analysis and disposal. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അതിൽ വരുന്ന ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞല്ലോ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള ഹോസ്പിറ്റലിലേക്ക്. അപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഏതൊക്കെ തരം ഐറ്റംസ്, ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് അല്ലെ, എത്ര സ്റ്റോക്ക് ആവശ്യമായിരിക്കണം എന്നുള്ളൊരു കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയുള്ള ബഡ്ജറ്റിംഗ് തയ്യാറാക്കുക എന്നതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലെ. മെറ്റീരിയൽസ് പ്ലാനിങ് ആൻഡ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഏതൊക്കെ ഉപകരണങ്ങൾ ആവശ്യമാണ്, ഓക്കെ, എത്ര എണ്ണം സ്റ്റോക്ക് ചെയ്യണം എന്നുള്ളത് കൃത്യമായ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് അതിനു വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടാണ് സാധനങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് മെറ്റീരിയൽസ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, യെസ്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തു, ബഡ്ജറ്റ് ചെയ്തു അല്ലെ. അടുത്ത എന്താണ്? പർച്ചേസിങ്. പർച്ചേസിങ് എന്താണ്? പ്ലാൻ ചെയ്ത എല്ലാ മെറ്റീരിയൽസും നമ്മൾ എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു അല്ലെ. പർച്ചേസിങ് ആണ് അടുത്തത്. മനസ്സിലായില്ലേ? ആദ്യത്തെ ഫംഗ്ഷൻ എന്താണ്? ഏത് മെറ്റീരിയൽ ആണ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വേണ്ടത്, എത്ര എണ്ണം വാങ്ങിക്കണമെന്ന് പ്ലാൻ ചെയ്തു അതിന് വേണ്ട ബഡ്ജറ്റ് തയ്യാറാക്കി. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് പർച്ചേസ് ചെയ്യാം. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ബഡ്ജറ്റ് ചെയ്ത മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു. ഓക്കെ, ശ്രദ്ധിക്കണേ. വാങ്ങിയതിനു ശേഷം റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ. അപ്പൊ വാങ്ങിച്ച മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യും അല്ലെ. വാങ്ങിച്ച സാധനങ്ങളെല്ലാം തന്നെ റിസീവ് ചെയ്തതിനു ശേഷം ഇൻസ്പെക്ഷൻ, സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. വാങ്ങിച്ച മെറ്റീരിയൽസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഈ ക്വാളിറ്റീസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കും. എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഇതാണ് തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് സ്റ്റോക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ ഇൻവെന്ററി കൺട്രോൾ.
എന്താണ് ഇൻവെന്ററി? ഇൻവെന്ററി കൺട്രോൾ. വിവര പട്ടിക എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വിവര പട്ടിക, ഇൻവെന്ററീസ്. എന്താണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്? അത് മിക്ക ഡിപ്പാർട്ട്മെന്റ്സിലും ഉണ്ടായിരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എത്ര മെറ്റീരിയൽസുകൾ അവൈലബിൾ ആയിരിക്കണം, എത്ര സ്റ്റോക്ക് വേണം, അല്ലെ? അതുമായി ബന്ധപ്പെട്ട ഒരു ലിസ്റ്റ് ആണ് അല്ലെ ഇൻവെന്ററി കൺട്രോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിപ്പോ നമ്മുടെ മെഡിസിൻസിന്റെ കാര്യത്തിലാണെങ്കിൽ എന്താണ്? ഇൻവെന്ററീസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇൻവെന്ററി കൺട്രോൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റ് എത്ര സ്റ്റോക്ക് ഉണ്ട്, എത്ര എണ്ണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നതൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന എവിടെ നിന്നാണ്? ഇൻവെന്ററി കൺട്രോൾ അനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്കും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ കോസ്റ്റ് റിഡക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നതിൽ നല്ലതാണോ ആവശ്യാനുസരണം സാധനങ്ങൾ വാങ്ങിക്കുന്നത്? ഏതാണ് നല്ലത്? അല്ലെ? അപ്പൊ എന്താണ്? ഓരോ ഒരുപാട് പർച്ചേസ് ചെയ്യാതെ, ഈ കോസ്റ്റ് റിഡക്ട് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് പർച്ചേസ് നമ്മൾ ചെയ്യാതെ ആവശ്യാനുസരണം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് കൃത്യമായ ഒരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്? അത് കോസ്റ്റ് റിഡക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്? ഇത് റീയൂസ് ചെയ്യാം അല്ലെ? ഉപയോഗിച്ച സാധനങ്ങൾ റീയൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉണ്ടാവും. ഓക്കെ, കോസ്റ്റ് റിഡക്ട് ചെയ്യുന്ന വഴികളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ്. ഒന്ന്, ഒരുപാട് വാങ്ങാതെ ആവശ്യത്തിന് മാത്രം വാങ്ങിക്കുക. പിന്നെ എന്താണ്? റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ എന്താണ്? നമ്മള് വളരെ വലിയ വിലയുള്ള ഒരു സാധനം വാങ്ങിക്കാതെ, അല്ലെങ്കിൽ എങ്ങനെയുള്ള മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വാങ്ങിക്കേണ്ടത്? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ മാത്രമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ? ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രം വാങ്ങിക്കുക അല്ലെ? ഓക്കെ, അതായത് നല്ല വില കൂടിയ ഒരു ഐറ്റം ആണ് വാങ്ങിക്കണമെങ്കിൽ ഇത് കുറെ നാൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ അങ്ങനെ അത് ഇത്തരം വഴിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് റിഡക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെന്താണ്? കൃത്യമായിട്ട് ഒരുപാട് വാങ്ങിക്കാത്ത ആവശ്യത്തിന് മാത്രം വാങ്ങിക്കുക. പിന്നെ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റ്സിൽ ഏതൊക്കെ മെറ്റീരിയൽസ് വേണം അത് മാത്രമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ, എങ്ങനെയായിരിക്കണം? പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തുള്ള മെറ്റീരിയൽസുകൾ വാങ്ങുക. അതേപോലെ തന്നെ എന്താണ്? നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ്, നല്ലൊരു കമ്പനിയുടെ ഐറ്റം മാത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? ദീർഘകാലം നിലനിൽക്കുന്നത്, ലോങ് ഡ്യൂറബിലിറ്റി അതിന് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. ഓക്കെ, കോസ്റ്റ് റിഡക്ഷൻ മനസ്സിലായോ? നെക്സ്റ്റ് വരുന്നത് എന്താണ്? അടുത്ത ഫംഗ്ഷൻ ആണ് വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ്, മൂല്യ വിശകലനം എന്ന് നമ്മൾ പറയും അല്ലെ? മൂല്യ വിശകലനം എന്താണ്? മൂല്യ വിശകലനം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ ഒരു ചിലപ്പോൾ ഒരേ സാധനം തന്നെ പല മോഡലിൽ വാങ്ങിക്കാറുണ്ട് അല്ലെ? ഒരേ സാധനം തന്നെ പല മോഡലിൽ വാങ്ങിക്കും, പല കമ്പനിയുടെ പല റേറ്റിലൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ഉപയോഗം ഒന്നായിരിക്കും അല്ലെ? ഉപയോഗം ഒന്ന് തന്നെ ആയിരിക്കും, പക്ഷെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വാങ്ങിച്ചിട്ട് കാര്യം ഉണ്ടോ? ചിലവ് കൂടുന്നുള്ളൂ അല്ലെ? വെറുതെ നമ്മുടെ കയ്യിൽ പൈസ പോകുന്നു. അപ്പൊ ഇവിടെ വാല്യൂ അനാലിസിസ് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇതൊക്കെ എക്സാമ്പിളിലൂടെ ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. ടീച്ചർ തന്നെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു BP മെഷീന്റെ കാര്യം നോക്കും. ഒരു BP മെഷീൻ ഒരുപാട് മോഡൽസ് വാങ്ങിക്കാതെ ഒരുപാട് മോഡൽസ് ഇങ്ങനെ വാങ്ങിച്ചു വെച്ചേക്കുന്നു ഹോസ്പിറ്റലിൽ. പക്ഷെ ഇതിന്റെ പർപ്പസും ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയാണോ ഒന്ന് തന്നെയല്ലേ? ആ, ഒന്ന് തന്നെയല്ലേ? ഒരുപാട് BP മെഷീൻ വെറൈറ്റി വാങ്ങിച്ചു കൂട്ടാതെ നമ്മൾ എന്ത് ചെയ്യണം? ഒരെണ്ണം വാങ്ങിയാൽ മതി അല്ലെ? ഏറ്റവും നല്ല ക്വാളിറ്റിയുടെ ഒരെണ്ണം വാങ്ങിയാണെങ്കിൽ എന്താണ്? അതിനാണ് മൂല്യ വിശകലനമാണുള്ളത് അല്ലെ? അപ്പൊ അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ ഓക്കെ ആയിരിക്കും, നല്ല കമ്പനി പ്രൊഡക്റ്റ് ആണ്, ദീർഘകാലം നിലനിൽക്കുന്നതായിരിക്കും, യൂസിബിൾ ആണ് അല്ലെ? ഓക്കെ, മറ്റൊരു തരത്തിലുള്ള ഡാമേജസോ റിപ്പയറിംഗും തന്നെ അതിന് ദീർഘകാലം അല്ലെ? ഏകദേശം ഒരു ഗ്യാരണ്ടി പീരീഡ് വരെ എന്താണ് അതിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും വരില്ല. ഓക്കെ, അപ്പൊ അതായത് മാത്രമല്ല നമ്മൾ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന സാധനം മാർക്കറ്റിൽ എങ്ങനെയാണ്, അതിനൊരു ക്വാളിറ്റി ഉണ്ടോ ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും അല്ലെ? അനലൈസ് ചെയ്യും. അതായത് ആൾക്കാർ മറ്റു ഹോസ്പിറ്റൽസ് തിരഞ്ഞെടുക്കുന്നുണ്ടോ, നല്ല പ്രൊഡക്റ്റ് ആണോ എന്നൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ആ ഒരു പ്രൊഡക്റ്റ് നമ്മളാണെങ്കിലും നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളാണെങ്കിലും എന്താണ്
അങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാതെ നമ്മൾ എന്ത് ചെയ്യണം, ചിലവ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഈസ് വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പോസ്. വാല്യൂ അനാലിസിസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ, അപ്പൊ പറഞ്ഞുതരാം. ഡിസ്പോസൽ, അടുത്ത ഫംഗ്ഷൻ ആണ് ഡിസ്പോസൽ. ഇനി മെറ്റീരിയൽസ് മാനേജ്മെന്റിന്റെ അടുത്ത പ്രവർത്തനമാണ് ഡിസ്പോസ് ചെയ്യുക എന്ന് പറയുന്നത്. എന്ത് ഡിസ്പോസ് ചെയ്യാന്നാണ് പറയുന്നത് ഇവിടെ? ഡിസ്പോസൽ. എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ അല്ലെ, വേസ്റ്റ് മെറ്റീരിയൽസുകൾ എക്സ്പീരി ഡേറ്റ് കഴിഞ്ഞത്. അപ്പൊ അതൊന്നല്ലെങ്കിൽ ഒന്നും റിപ്പയർ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാറ്റി വെക്കും അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മള് സ്ക്രാപ്പിന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ആക്രിക്ക് കൊടുക്കാന്നൊക്കെ പറയില്ലേ. സ്ക്രാപ്പ് മെറ്റീരിയൽസ് എടുക്കുന്ന അതിന്റെ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ, അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്താൽ എന്താണ്, അതിനെന്ത് കിട്ടും? അതിന് ഒരു പ്രൈസ് അല്ലെ, അതിനൊരു വില ഉണ്ടായിരിക്കും. സ്ക്രാപ്പ് മെറ്റീരിയൽസിന് എന്താണ്, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള വില എന്ന് പറയുന്നത് പോലെ തന്നെ സ്ക്രാപ്പ് മെറ്റീരിയൽസിനും കൃത്യമായ ഒരു വില നിർണ്ണയിക്കും. ഓക്കെ, അപ്പൊ അവിടെയും ഹോസ്പിറ്റലിൽ അവിടെ നഷ്ടം വരുന്നില്ല അല്ലെ. ഒട്ടും വില കിട്ടാത്ത സാധനങ്ങൾ മാത്രമേ ഒഴിക്കുള്ളൂ, ചിലപ്പോൾ പൈസ ഒന്നും കിട്ടാതെ. അപ്പൊ വേണ്ടാത്ത സാധനങ്ങൾ, പ്രത്യേകിച്ച് ഏതെങ്കിലും എക്യുപ്മെന്റ്സുകൾ വർക്ക് ചെയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിലോ അതൊക്കെ എന്ത് ചെയ്യും? നമ്മള് സ്ക്രാപ്പിന് കൊടുക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മൂല്യം അതിന് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ these are the functions of materials management. എന്തൊക്കെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ്, ഏത് മെറ്റീരിയൽസ് ആണ് വാങ്ങാൻ പോകുന്നത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ മെറ്റീരിയൽസ് വേണം, അതുമായി ബന്ധപ്പെട്ട പ്ലാൻ ചെയ്യുന്നു, അതിന് വേണ്ട ബഡ്ജറ്റ് തയ്യാറാക്കുന്നു. ദെൻ ബഡ്ജറ്റിന് ശേഷം അത് പർച്ചേസ് ചെയ്യുന്നത്, അത് വാങ്ങിക്കുന്നു. ആ സ്റ്റോർസ് അല്ലെങ്കിൽ വാങ്ങിച്ച സാധനങ്ങൾ റിസീവ് ചെയ്ത് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കും. ദെൻ ഇൻവെന്ററി കൺട്രോൾ നേതൃത്വം. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരപ്പട്ടിക അല്ലെ. ഒരു ഡിപ്പാർട്ട്മെന്റിന് എത്ര സ്റ്റോക്കുകൾ വേണം, എത്ര മെറ്റീരിയൽസ് വേണം എന്നതിന്റെ ഒരു ലിസ്റ്റ് ഔട്ട് ആണ് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ദെൻ കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരുപാട് പർച്ചേസ് ചെയ്യാതെ നമ്മൾ ആവശ്യാനുസരണം മാത്രം പർച്ചേസ് ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ അതായത് ഡിപ്പാർട്ട്മെന്റിന് എത്ര മെറ്റീരിയൽസ് ആവശ്യമാണോ അത് മാത്രമായിരിക്കണം നമ്മൾ പർച്ചേസ്. അതായത് ഒരുപാട് കൂട്ടി വെച്ചിട്ട് എന്തിനാണ്, ചിലപ്പോൾ ആ സാധനങ്ങൾ ഇരുന്ന് എന്ത് ചെയ്യും, മോശമായി പോയ ഡാമേജ്ഡ് ആയി പോകാനുള്ള ഒരു സിറ്റുവേഷൻ വരെ. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവർ സ്റ്റോക്ക് ചെയ്യാതെ ആവശ്യാനുസരണം മാത്രം എന്തെടുക്കുന്നത്, മെറ്റീരിയൽസ് വാങ്ങുന്നത്. ഓക്കെ, പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഉപകരണങ്ങളായുള്ള സെലക്ട് ചെയ്യുക. അതുപോലെ എന്താ, നല്ല വില കൂടിയ ഐറ്റംസ് വാങ്ങിയാൽ എന്താണ്, ക്വാളിറ്റിയോട് കൂടിയത് ദീർഘകാലം നിലനിൽക്കുന്ന രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? മൂല്യവിശകലനം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് പറയൂ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഒരുപാട് സാധനങ്ങൾ വാങ്ങാതെ ചിലവ് കുറയ്ക്കുന്ന രീതിയിൽ ഒരു ഐറ്റം വാങ്ങിച്ചാൽ മതി അല്ലെ. ഒരു കമ്പനി പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കുന്ന വഴി എന്താണ്, നമുക്ക് കുറച്ചുകൂടി എന്താണ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അല്ലെ. ക്വാളിറ്റിയിലുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ആയിരിക്കണം നമ്മളവിടെ വാങ്ങിക്കേണ്ടത്. ഓക്കെ, യെസ്. അതിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ എക്സ്റേ മെഷീൻസ് ഒക്കെ. എക്സ്റേ മെഷീൻ ഒരു നല്ലൊരു കമ്പനിയുടെ വാങ്ങിയ എക്സ്റേ മെഷീനൊക്കെ എത്ര പൈസ വരുമെന്ന് അറിയാമോ? എക്സ്റേ മെഷീനൊക്കെ അറിയാമോ നിങ്ങൾക്ക്? എന്തായാലും ഏകദേശം 10,000 രൂപയാണോ എക്സ്റേ മെഷീന്? എനിക്കോടോ അതിന് മേലെ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെ. ലാക്ക് വരാനുള്ള 1 ലാക്കോ അല്ലെങ്കിൽ 1 ലാക്ക് താഴേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എക്സ്റേ മെഷീൻ ആയതുകൊണ്ട്. MRI ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ്, MRI അല്ലെങ്കിൽ CT സിയാൻസിനൊക്കെ നല്ല റേറ്റിംഗ് വരും. ഓക്കെ, ഫങ്ഷൻസ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഫങ്ഷൻസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് പഠിക്കണം കേട്ടോ, പേരുകൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ഹോസ്പിറ്റൽ. നമ്മൾ കുറെ നേരമുണ്ട് മെറ്റീരിയൽസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ഹോസ്പിറ്റലിലുള്ളത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആണെന്ന് പറയുന്നത്. ഒന്ന് ഏതൊക്കെയാണ്? എക്യുപ്മെന്റ്, മെഷീൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഹൗസ് കീപ്പിംഗ്, ഫാക്ടറി, ഇലക്ട്രിക്കൽ സ്പെയർ പാർട്സ്, ലാബ്, ഫാർമസി, കെമിക്കൽസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്,
consumer goods, diesel and petrol to start a boiler or autoclaves. Equipments എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നുണ്ടോ, which include surgical അല്ലെ, surgical equipments വരുന്നുണ്ട്. Machines എന്ന് പറയുമ്പോൾ എന്താണ്, surgical equipments മാത്രമാണോ വരുന്നത്? അതർ മെറ്റീരിയൽസ് അതിൽ ഉൾപ്പെടുത്താം അല്ലെ. ഓക്കെ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അതെന്താണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്നത്? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബില്ലിങ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കാർഡില്ലേ, അപ്പോയിന്റ്മെന്റ്സ് കാർഡുകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോയിന്റ്മെന്റ് കാർഡ്, ഫയൽ, റിപ്പോർട്ട്സ്, മെഡിക്കൽ റെക്കോർഡ്സ്, മെഡിക്കൽ ചാർട്ട്സ് ഒക്കെ വരുന്നത് ഇതൊക്കെ പേപ്പർ റെക്കോർഡ്സുകളിലല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആവശ്യമാണ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെ വരാം അതില്? പെന്ന്, ബുക്സ്, ഫയൽസ്. ഓക്കെ, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ് വരുന്ന എന്തൊക്കെയാണോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ബില്ലിംഗ് ഐറ്റംസ്, അതേപോലെ തന്നെ എന്താണ് അപ്പോയിന്റ്മെന്റ് കാർഡ്സുകള്, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കാർഡ് ഇല്ലേ, കാർഡ്സുകള്, ഫയല്, റിപ്പോർട്ട്സ്, റെക്കോർഡ്സുകള്, പിന്നെ എന്താണ് പെൻ, ബുക്സ്, അതെല്ലാം ഏത് കാറ്റഗറിയിലെ മെറ്റീരിയൽസ് ആണ്? പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി മെറ്റീരിയൽസിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ഹൗസ് കീപ്പിംഗ് ആൻഡ് ലിനൻ കെമിക്കൽസ്, ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെ വരുന്നു ഹൗസ് കീപ്പിംഗില്? ലോഷൻസ്, ലിക്വിഡ്സ്, ഡിറ്റർജൻസ് മുതലായ സാധനങ്ങളെല്ലാം തന്നെ, പിന്നെ അവിടെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മറ്റ് ബക്കറ്റ്സ്, മോപ്പിങ്സ്, ഇതൊക്കെ എല്ലാം ഇതിൽ വരുന്നുണ്ട്, ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്സിലെ മെറ്റീരിയൽസിൽ ഉൾപ്പെടുന്നതാണ്. ഡയറ്ററി ക്യാൻറ്റീനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭക്ഷണശാലയുമായി ബന്ധപ്പെട്ട് വരുന്ന മെറ്റീരിയൽസുകൾ അല്ലെ, പ്ലേറ്റ്സ് അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, മിക്സി, പിന്നെന്താണ് ഗ്രൈൻഡർ അല്ലെങ്കിൽ തുടങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. Then electrical and spare parts. Electrical and spare parts എന്തൊക്കെയാണ്? ലൈറ്റ്സുകള്, ബൾബ്സ്, പിന്നെന്താണ് ഇലക്ട്രിക്കൽ കോഡ്സുകളെല്ലാം ഇലക്ട്രിക്കൽ സ്പെയർ പാർട്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. ലാബ് മെറ്റീരിയൽസ്, ലാബ് മെറ്റീരിയൽസ്, ഫാർമസിയിൽ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഡ്രഗ്സ്, നീഡിൽസ്, സിറഞ്ച് മുതലായവയൊക്കെ. കെമിക്കൽസ്, ഡെവലപ്പർ ആൻഡ് ഫിക്സർ ഇൻ റേഡിയോളജി. കെമിക്കൽസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഏതെങ്കിലും ഇതൊക്കെ മെഷീൻസിന്റെ ഒക്കെ പ്രവർത്തനത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചില കെമിക്കൽസ് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് റേഡിയോളജിയിൽ ഉപയോഗിക്കുന്ന ഫിക്സേഴ്സ് ഒക്കെ. ഓക്കെ, അതായത് റേഡിയോളജി ഉപകരണങ്ങളിൽ എന്തെങ്കിലും ഡാമേജസ് അതൊക്കെ സ്റ്റോപ്പായി പോയി കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചില കെമിക്കൽസ് അവിടെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഈ മെറ്റീരിയൽസിന്റെ കൂട്ടത്തില് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ്. ദെൻ നമ്മൾ പറഞ്ഞില്ല എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്നിട്ട് കുറച്ച് കൊടുത്തിട്ടുള്ളൂ എങ്കിലും കേട്ടോ. ദെൻ സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ്. സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ് എന്താണ്? പൈപ്സ് ആൻഡ് അതർ മെറ്റീരിയൽസ് അല്ലെ, പൈപ്സ് മറ്റ് അതർ മെറ്റീരിയൽസ്. Consumer goods, diesel and petrol to start a boiler or autoclave. എന്താണ് കൺസ്യൂമർ ഗുഡ്സ്? കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ. സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസിൽ നമുക്ക് പറയാട്ടോ ഒരു കാര്യം, അതായത് ഈ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് പുതിയ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ബിൽഡിങ്സ് ഒക്കെ പണിയുന്ന സമയത്തും അല്ലെ, ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു പുതിയ ബ്ലോക്ക് ഒക്കെ തുടങ്ങണമെങ്കിൽ എന്ത് വേണം? ആ സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, then consumer good, diesel and petrol to start a boiler or autoclave. ഇതിനു വേണ്ടിയാണ് കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പെട്രോൾ ഉപയോഗിക്കുന്നത്? ബോയിലറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോക്ലേവ്സ് മെഷീൻസോ. ഓട്ടോക്ലേവ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓട്ടോക്ലേവ്സ് മെഷീൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്യൂമർ ഗുഡ്, ഡീസൽസും പെട്രോൾസും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ മെറ്റീരിയൽസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മൾ പറഞ്ഞത്. എക്യുപ്മെന്റ്സ്, മെഷീൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഐറ്റംസ്, ഹൗസ് കീപ്പിംഗ്, ഡയറ്ററി, ഇലക്ട്രിക്കൽ ആൻഡ് സ്പെയർ പാർട്സ്, ലാബ്, ഫാർമസി, കെമിക്കൽസ്, സിവിൽ എഞ്ചിനീയറിംഗ് ഐറ്റംസ് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്, ഡീസൽ ആൻഡ് പെട്രോൾസ്. മനസ്സിലായോ ഐറ്റംസ് ഏതൊക്കെയാണെന്ന്? ഹലോ,
നെക്സ്റ്റ് വരുന്നത് ഇന്റർഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, IMM, ഇന്റർഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഷോർട്ട് ഫോം ആണ് IMM. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ് ഇന്റർഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? IMM is a close coordination of all departments which are related with the utilization of materials. Everything merged under one head now. Example, purchasing, storing, etc. under materials manager. So IMM എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ചേ, എക്സ്പാൻഷൻ പഠിക്കണം. IMM എന്താണ്? ഇന്റർഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഇന്റർഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് എല്ലാ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട, എല്ലാ മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു കോർഡിനേഷൻ ആണ് IMM എന്ന് പറയുന്നത്, അല്ലെ? യെസ്, IMM എന്ന് ഇന്റർഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കോർഡിനേറ്റ് ചെയ്യുക, അതിനെ കൂട്ടിച്ചേർക്കുക, അല്ലെ? യെസ്, അതായത് മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏകോപനമാണ് IMM എന്ന് പറയുന്നത്. അതായത് ഈ IMM-ന്റെ കീഴിൽ നിന്നുമാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും സാധനങ്ങൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത് എല്ലാം തന്നെ. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എവറിത്തിങ് മെർജ്ഡ് അണ്ടർ വൺ ഹെഡ് നൗ. എക്സാമ്പിൾ, പർച്ചേസിംഗ്, സ്റ്റോറിംഗ് എക്സെട്ര അണ്ടർ മെറ്റീരിയൽസ് മാനേജർ. ഇതെല്ലാം തന്നെ, അതായത് ഒരു മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലായിരിക്കുള്ളൂ എല്ലാ കാര്യങ്ങളും ലയിപ്പിക്കുന്നത്. ഓക്കെ, IMM കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? മെറ്റീരിയൽസ് മാനേജർ ആണ്. അദ്ദേഹമാണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിൽ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള സാധനങ്ങള് സെപ്പറേറ്റഡ് ആയിട്ട് വാങ്ങാതെ, സെപ്പറേറ്റഡ് ആയിട്ടാണ് വാങ്ങുന്നത്, എല്ലാം ഒരേപോലെ, അല്ലെ? എല്ലാവർക്കും ഒരേപോലെ ലഭ്യമാകുന്ന രീതിയിലായിരിക്കും ഒരുമിച്ച് വാങ്ങി സ്റ്റോർ ചെയ്ത് റിസീവ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എന്ത്? IMM എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒന്ന് ശ്രദ്ധിക്കാം, മെറ്റീരിയൽസ് മാനേജറിന്റെ ഡ്യൂട്ടിയുടെ എക്സാമ്പിൾ പോലെ പറയുന്നത് എന്താണ്? അതായത് അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാതെ, ഇപ്പൊ റേഡിയോളജിക്ക് ഒരു സാധനം കുറച്ച് പോയി വാങ്ങിച്ചു, ഓപ്പറേഷൻ തിയേറ്ററിന് കുറച്ച് പോയി വാങ്ങിച്ചു, ഇങ്ങനെ കുറച്ച് പോയാണോ വാങ്ങിക്കുന്നത്? ഒരിക്കലും അല്ല, അല്ലെ? സെപ്പറേറ്റ് വാങ്ങാതെ ഇവർക്കെല്ലാം ഒരുമിച്ച് വാങ്ങിയതിനു ശേഷം എന്ത് ചെയ്യുന്നു? എല്ലാം ഒരുമിച്ച് വാങ്ങിയതിനു ശേഷം അത് സ്റ്റോർ ചെയ്ത് റിസീവ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എന്ത്? ആരാണ് ചെയ്യുന്നത്? IMM ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നതിനെ ഇന്റർഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ടുള്ള ക്ലോസ് കോർഡിനേഷൻ ആണ്, അല്ലെ? ഈ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എന്ത് കൊടുക്കുന്നത്? മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ നമ്മൾ ഇന്റർഗ്രേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ മാനേജ്മെന്റ് ചെയ്യുന്നത് വഴിയുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, better accountability, coordination of activities in department, better performance, management of materials information system is easy, materials handling and transportation, scrap and surplus control and disposal. First one എന്താണ്? better accountability അല്ലെങ്കിൽ responsibility. ഇങ്ങനെ IMM ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ അക്കൗണ്ടബിലിറ്റി, ബെറ്റർ റെസ്പോൺസിബിലിറ്റി നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറ്റും. എന്താണ് പറയുന്നത്? ബെറ്റർ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് എന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ വേണം അതിനനുസരിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് അത് എത്തിച്ചു കൊടുക്കുന്നതാണ് എന്ത്? അവരുടെ ബെസ്റ്റ് IMM-ന്റെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ എന്താണ്? ഒരു ഡിപ്പാർട്ട്മെന്റ്സ് എന്തൊക്കെ സാധനങ്ങൾ വേണം അതിനനുസരിച്ച് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ഏതൊക്കെ മെറ്റീരിയൽ ആവശ്യമാണ് എന്നുള്ള രീതിയിൽ അതിന് വേണ്ട സാധനങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ മെറ്റീരിയൽസ് തീരുന്നതിനനുസരിച്ച് നമ്മൾ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? IMM-ലായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, കോർഡിനേഷനും അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്.
കോർഡിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് വേണ്ട രീതിയിൽ കൃത്യമായ രീതിയിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നതിന്റെ ലിസ്റ്റ് പ്രകാരം പ്ലാൻ ചെയ്ത് കൃത്യമായി സ്റ്റോർ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് IMMന്റെ പ്രധാന ഉത്തരവാദിത്വം അല്ലെങ്കിൽ പ്രധാന ആക്ടിവിറ്റി എന്ന് പറയുന്നത് അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് ആവശ്യാനുസരണം മെറ്റീരിയൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതൊരു ഗുണമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അതാണ് കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. Then better performance. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? better performance. പറയൂ. IMM ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ബെറ്റർ ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ എന്താണ് കൃത്യ പ്ലേസില് കൃത്യ സമയത്ത് കൃത്യ ടൈമില് കൃത്യമായ ക്വാണ്ടിറ്റിയില് കൃത്യമായ ക്വാളിറ്റിയില് ഓരോ ഡിപ്പാർട്ട്മെന്റിനും എന്ത് കൊടുക്കാൻ പറ്റും? സാധനങ്ങൾ മെറ്റീരിയൽസ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതൊരു ബെറ്റർ പെർഫോമൻസ് ആണ് IMM കാഴ്ചവെക്കുന്നത് അല്ലെ. ഓക്കെ, IMMന്റെ പ്രധാന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഭാഗത്തില് അത് കാഴ്ചവെക്കുന്നത് അല്ലെ. അപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ എത്ര ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് വേണം, എത്രത്തോളം സ്റ്റോർ വേണം, ഏത് ടൈമിൽ ഏത് പ്ലേസിൽ ഇങ്ങനെ കൃത്യമായ രീതിയിൽ കൊടുക്കുക എന്നതാണ് IMMന്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ ബെറ്റർ പെർഫോമൻസ് എന്താണെന്ന്? Then management of materials information system is easy. Management of materials information system is easy. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സൂചിപ്പിക്കുന്നത്? മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫോർമേഷൻ സിസ്റ്റം ഈസ് ഈസി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇൻവെന്ററീസ് തയ്യാറാക്കപ്പെടുന്നത്. ഇൻവെന്ററീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, വിവരപ്പട്ടികയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? പ്രത്യേകിച്ച് മെറ്റീരിയൽസ് ഇൻഫോർമേഷൻ സിസ്റ്റം ഉണ്ട് അല്ലെ. മെറ്റീരിയൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഏതൊക്കെ മെറ്റീരിയൽ എവിടെയൊക്കെ അവൈലബിൾ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്തിലുണ്ടായിരിക്കും? മെറ്റീരിയൽസ് ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. അതായത് ഓരോ മെറ്റീരിയൽസിന്റെയും വിവരപ്പട്ടിക മെറ്റീരിയൽസ് ഇൻഫോ സിസ്റ്റത്തിൽ അല്ലെ, മെറ്റീരിയൽ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ അത് ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ആ സിസ്റ്റത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോസസ്സ് എളുപ്പമാക്കാനായിട്ട് സാധിക്കും. അപ്പൊ മെറ്റീരിയൽസ് ആവശ്യാനുസരണം ആർക്കൊക്കെ ലഭ്യമാകണമെന്ന് ആ സിസ്റ്റത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് സിസ്റ്റത്തിലാണ്? മെറ്റീരിയൽസ് ഇൻഫോർമേഷൻ സിസ്റ്റം. ഓക്കെ, കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ് അത് അല്ലെ. ആ സിസ്റ്റത്തിൽ ഉപയോഗിച്ചുകൊണ്ടുതന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് അത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പൊ IMM ഇന്റർഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് എവിടെയുമാണ്? ഇൻഫോർമേഷൻ മെറ്റീരിയൽസ് ഇൻഫോർമേഷൻ സിസ്റ്റവുമായിട്ട്. ആ സിസ്റ്റത്തിലൂടെയാണ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് IMM അടുത്ത പോയിന്റ് എന്താണ്? മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? സിമ്പിൾ ആണ്. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ വേണം, ഏതൊക്കെ മെറ്റീരിയൽസ് വേണം, കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു അല്ലെ. അവർക്ക് എവിടെയാണോ വേണ്ടത് കൊണ്ടുപോയി കൊടുക്കുന്നു അല്ലെ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണോ കൊടുക്കേണ്ടത്, ഏതൊക്കെ സ്റ്റോക്ക് വേണം, ഏതൊക്കെ മെറ്റീരിയൽസ് വേണം എന്നുള്ളത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് കൊടുക്കുന്നതും IMMന്റെ പ്രധാന ഡ്യൂട്ടിയിൽ ഒന്നാണ്. ഓക്കെ, then last one, scrap and surplus control and disposal. Scrap and surplus control and disposal. എന്താണ് സ്ക്രാപ്പ്? സ്ക്രാപ്പ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? പഴയ സാധനങ്ങൾ എടുക്കുന്ന അല്ലെ, സ്ക്രാപ്പ് മെറ്റീരിയൽസ് ആയിട്ട് അതിനെ നോ ഐഡി എന്ത് ചെയ്യും? എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത് അല്ലെ ഡിസ്പോസ് ചെയ്യും. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ വരുന്ന അതായത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ചിലപ്പോൾ എന്താണ് അങ്ങനെ വരാത്ത രീതിയിൽ സ്റ്റോക്കിൽ നിന്ന് സാധനം ചീത്താവാത്ത രീതിയിൽ മോശമായി പോവാത്ത രീതിയിൽ എന്ത് ചെയ്യും? അതിനെ ഡിസ്പോസ് ചെയ്യും. അല്ലെങ്കിൽ എന്താണ് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ റീയൂസ് ചെയ്യും. അല്ലാത്തതാണെങ്കിൽ എന്ത് ചെയ്യും? അല്ലാത്തതാണെങ്കിൽ മാത്രമാണ് എന്ത് ഡിസ്പോസ് ചെയ്യുന്നതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്. ഓക്കെ,
നമ്മൾ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ഓഫ് IMM ആണ് അല്ലെ. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്? അതിന് എന്താണ് മെറ്റീരിയൽസ് ഇന്റർഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് കൂടി നോക്കാം. IMM-ന്റെ എക്സ്പാൻഷൻ പഠിക്കണം കേട്ടോ. ഇന്റർഗ്രേറ്റഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്താണത്? അതായത് എല്ലാ മെറ്റീരിയൽസിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഒരു ഏകോപനമാണ് അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ആണ് എന്ത് ഇന്റർഗ്രേറ്റഡ് മെറ്റീരിയൽ മാനേജ്മെന്റ് അഥവാ IMM എന്ന് പറയുന്നത്. അപ്പൊ ഒരു മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിലായിരിക്കുള്ളൂ ഈ IMM-ന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ്സിനാണ് എന്തൊക്കെയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് വാങ്ങാതെ എല്ലാവർക്കും ഒരേപോലെ സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ആവശ്യാനുസരണം മാത്രമായിരിക്കുള്ളൂ നമ്മള് മെറ്റീരിയൽസ് IMM മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചെടുക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു, ആവശ്യാനുസരണം എന്ത് ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് IMM കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? ഇനി അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജസ് ഓഫ് IMM എന്തൊക്കെയാണ്? ബെറ്റർ അക്കൗണ്ടബിലിറ്റി. ബെറ്റർ അക്കൗണ്ടബിലിറ്റി എന്താണ് പറയുന്നത്? ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ട സാധനങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുക്കുക അല്ലെ. ഓക്കെ, കോർഡിനേഷൻ ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്. അടുത്ത അഡ്വാൻറ്റേജ് എന്താണ്? കോർഡിനേഷൻ ആക്ടിവിറ്റീസ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ലിസ്റ്റ് പ്രകാരം പ്ലാൻ ചെയ്ത് വെച്ചതിന് ശേഷം കൃത്യമായി സ്റ്റോർ ചെയ്ത് ആവശ്യാനുസരണം എന്ത് ചെയ്യുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ബെറ്റർ പെർഫോമൻസ് എന്ന് പറയുന്നത് എന്താണ്? IMM-ന്റെ നേതൃത്വത്തിൽ തന്നെ എന്താണ് ബെസ്റ്റ് പെർഫോമൻസ് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത്. കാരണം എന്താണ്? കൃത്യമായ പ്ലേസില്, കൃത്യമായ ടൈമില്, കൃത്യമായ ക്വാണ്ടിറ്റിയില്, കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കാനുള്ള ബെറ്റർ പെർഫോമൻസ് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത്. മാനേജ്മെന്റ് ഓഫ് മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം ഈസ് ഈസി. അതായത് ഓരോ മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരപ്പട്ടിക എല്ലാ മെറ്റീരിയൽസിന്റെയും ഇൻഫർമേഷൻ സിസ്റ്റം സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിലാണ് അത് തയ്യാറാക്കുന്നത്. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിനാണോ മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരുന്നത് അപ്പൊ നമുക്ക് ആ സിസ്റ്റത്തിലൂടെ ഇൻഫർമേഷൻ സിസ്റ്റത്തിലൂടെ നോക്കുന്നത് വഴി എന്താണ് കൃത്യമായ രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. മെറ്റീരിയൽസ് ഹാൻഡ്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? ബുക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസ് ആവശ്യാനുസരണം ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എത്തിച്ചു കൊടുക്കേണ്ടത് അവിടെ കൃത്യമായ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു. സപ്രസ് കൺട്രോൾ ആൻഡ് ഡിസ്പോസൽ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നിലേക്ക് അത് സ്ക്രാപ്പിൽ കൊടുക്കും അല്ലെങ്കിൽ എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ യൂസ് ചെയ്യും അല്ലെങ്കിൽ ഒട്ടും പറ്റാത്ത മെറ്റീരിയൽസ് മാത്രമായിരിക്കും നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ അഡ്വാൻറ്റേജസും IMM എന്താണെന്ന്? ക്ലിയർ ആണോ? ഓക്കെ, ഞാനൊരു പോയിന്റ് കൂടി പറയട്ടെ. IMM does cost reduction techniques such as value analysis, variety reduction, standardization, forecasting and market analysis. Okay. അപ്പൊ IMM കോസ്റ്റ് റിഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് വാല്യൂ അനാലിസിസ്, മൂല്യവിശകലനം, then വെറൈറ്റി റിഡക്ഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, ഫോർകാസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ്. വാല്യൂ അനാലിസിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. കോസ്റ്റ് റിഡക്ട് ചെയ്യുന്ന ഒരു ടെക്നിക് ആണ് എന്താ വാല്യൂ അനാലിസിസ്. വാല്യൂ അനാലിസിസ് എന്താണ്? മൂല്യവിശകലനം അല്ലെ. ഓക്കെ, വെറൈറ്റി ഓഫ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെറൈറ്റി ഓഫ് റിഡക്ഷൻ എന്ന് പറയുന്നത് വൈവിധ്യം കുറക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ BP മെഷീൻസ് ഒരുപാട് വാങ്ങിച്ചു വെക്കാതെ എവറൈറ്റികൾ ഓരോന്നും വാങ്ങിച്ചു വെക്കാതെ എങ്ങനെ എന്ത് ചെയ്യണം? ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയൽ മാത്രം വാങ്ങിക്കുക അല്ലെ. അങ്ങനെയാണ് വെറൈറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് BP മെഷീൻ അവിടെ എഴുതി വെച്ചു. വെറൈറ്റി മെറ്റീരിയൽസ് വാങ്ങിച്ചു കൂട്ടാതെ ക്വാളിറ്റിയുള്ള ഓരോ ഉപകരണം വാങ്ങിക്കുക. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ.
നിലവാരം നിശ്ചയിക്കുന്നത് അല്ലെ, ഏറ്റവും നിലവാരമുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ഉൽപ്പന്നം വാങ്ങാനായിട്ട് അല്ലെ, സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നം വാങ്ങാനായിട്ട് ശ്രമിക്കുക. Then forecasting and market analysis. Forecasting and market analysis. എന്താണ് ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്? മുൻകൂട്ടി കാണുക അല്ലെ. അതായത് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ മുൻകാലങ്ങളിൽ ഇനി വരാനുള്ള സമയങ്ങളിൽ ഇതിന്റെ ഉപയോഗം എന്തായിരിക്കും, നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ അല്ലെ. നമ്മൾ അങ്ങനെ മുൻകൂട്ടി കാണി വരാനുള്ളത് എന്താണ്, നമ്മൾ ഗോൾഡൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അല്ലെ, ഗോൾഡൊക്കെ നമ്മൾ ഗോൾഡ് വാങ്ങിക്കാൻ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ടല്ലേ. അതായത് ഭാവിയിൽ ഇപ്പൊ ഒന്ന് നമുക്കിനി ഗോൾഡ് വാങ്ങിക്കാൻ പറ്റുന്നു, നല്ല പൈസ ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഫോർകാസ്റ്റ് ചെയ്യുക അഥവാ മുൻകൂട്ടി കാണുക എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്ര മെറ്റീരിയൽസ് ഈ ഒരു സമയത്ത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് അല്ലെ, അങ്ങനെ വാങ്ങിച്ചു വെക്കുന്ന മെറ്റീരിയൽസുകളുണ്ട്. ഓക്കെ, ദെൻ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റ് അനാലിസിസ് വിപണി വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന മെറ്റീരിയൽ ഇപ്പൊ വിപണിയിലുണ്ടോ, അതിന് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടോ, അതിനൊരു റേറ്റിംഗ് ഉണ്ടോ അല്ലെ, 5 സ്റ്റാർ എന്നൊക്കെ പറയില്ല നമ്മള്, റേറ്റിംഗ് ഉള്ള മെറ്റീരിയൽസ് ആണോ എന്നൊന്ന് നമ്മൾ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രം ഒരിക്കലും എന്ത് വാങ്ങിക്കുന്നത്, ആ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങിക്കുന്നത്. ഓക്കെ, വിപണിയിലധികം അതിന് മാർക്കറ്റ് ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ആ മെറ്റീരിയലിൽ നിന്ന് അത് വാങ്ങിക്കാതിരിക്കും. മറുവശം എന്താണ്, ഏറ്റവും നല്ല മെറ്റീരിയൽസ് ഏതാണെന്ന് കണ്ടെത്തിയതിനു ശേഷം അതായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. ഓക്കെ, ഇതാണ് മാർക്കറ്റ് അനാലിസിസ് അഥവാ വിപണി വിശകലനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ IMM കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാനുള്ള ടെക്നിക്സുകളാണ് എന്തൊക്കെയാണ്? വാല്യൂ അനാലിസിസ്, വെറൈറ്റി റിഡക്ഷൻ, സ്റ്റാൻഡേർഡൈസേഷൻ, ഫോർകാസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ്. ഓക്കെ, മനസ്സിലായോ? യെസ്, ഓക്കെ. രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേര് ഏതാണ്? മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ പറയുന്ന മറ്റൊരു നെയിം സ്റ്റോഴ്സ് മാനേജ്മെന്റ് കേട്ടോ, സ്റ്റോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, dash are the vital resources in a hospital. Dash are the vital resources in a hospital. എന്താണ്? മെറ്റീരിയൽസ്. യെസ്, വെരി ഗുഡ്. ഓക്കെ, what are the major objectives of materials management? What are the major objectives of materials management? എന്തൊക്കെയാണ് മേജർ ഒബ്ജക്റ്റീവ്സ്? Maximization of profit, minimization of cost, attainment of hospital objectives. Okay. Then different types of materials in hospital. ഏതൊക്കെ മെറ്റീരിയൽസ് ആണുള്ളത്? ഏതെങ്കിലും രണ്ടെണ്ണം പറഞ്ഞേ. Equipments, printing machines, electrical, housekeeping, pharmacy, civil engineering items, and consumer goods. Okay. Then expansion of IMM. Expansion of IMM. Yes, very good. Integrated materials management. Okay. Then advantages കൂടി ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. IMM ഉപയോഗിക്കുന്ന കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സിൽ ഏതൊക്കെയാണെന്ന് കൂടി നോക്കാം. വാല്യൂ അനാലിസിസ്, വെറൈറ്റി റിഡക്ഷൻ, സ്റ്റാൻഡർഡൈസേഷൻ, ഫോർകാസ്റ്റിംഗ് ആൻഡ് മാർക്കറ്റ് അനാലിസിസ്. ഓക്കെ, ഇവിടെ വരെ ക്ലിയർ ആണോ? ഓക്കെ, thank you. Thank you. Have a nice day. ശരി, ഓക്കെ.